ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ വീഡിയോസൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മെസ്സേജുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിളിക്കണതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ഇപ്പോഴും മാറി വരുന്നേ ഉള്ളൂ. നല്ല സ്ട്രെയിൻ ഉണ്ട് തൊണ്ടയ്ക്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുത്ത് ചെറുതായിട്ടൊന്ന് എൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കുക. അവനൊന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ, ആ പിണക്കം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് അറിയിക്കണം. കാരണം വണ്ടിപ്പണിയാണല്ലോ. ആ വണ്ടിപ്പണിയിൽ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ കൂളൻ്റ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഞ്ചിൻ്റെ മുകളിൽ കോട്ടിംഗ് ആയിട്ട് പോകുന്ന ഒരു എഞ്ചിൻ തണുപ്പിക്കുന്ന ഒരു ഓസ് ഉണ്ട് കൂളൻ്റിൽ നിന്ന്. അതായത് മൊത്തത്തിൽ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഓസ്. അത് വലിയ ഓസാണ്. ആ സാധനം ഇന്നലെ ഉച്ചയ്ക്ക് ബ്ലാസ്റ്റായി, അതായത് പൊട്ടി. സംഭവം ലീക്കായി, വെള്ളം നിൽക്കാതെയായി. നമ്മൾ പരമാവധി നോക്കി മാക്സിമം ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഇതിവിടെ ട്രെയിലർ കണക്ട് ചെയ്തിട്ടുള്ള ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് കിടക്കുന്നുണ്ടോ, അവിടെയാണ് സംഭവം. ഇതിലൂടെ നമ്മുടെ ഓസിന്ന് വെള്ളം വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തത്തിൽ വെള്ളം പാസ് ചെയ്ത് ഇഞ്ചൻ കൂൾ ചെയ്യണ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്ന ഓസാണ്. ആ ഓസ് ഇന്നിപ്പോൾ ഈ ഒരവസ്ഥയല്ല, ഞാൻ ഫോട്ടോ ഇടാം. ആയ ടൈമിൽ ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടാവാറ്. ഇതിങ്ങനെ ബ്ലാസ്റ്റായിപ്പോയി. എന്നിട്ടിപ്പോൾ ഗമ്മൊക്കെ ഇട്ടിട്ട് ഒടിച്ചേക്കണം. ഇത് വർക്കൗട്ട് ആവില്ല, 100% ഉറപ്പുള്ള കാര്യമാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മുൻകരുതൽ എടുത്തു എന്ന് മാത്രം. അപ്പോഴേക്കും കമ്പനി ഞങ്ങൾ വേറൊരു വണ്ടിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളിലേക്ക് എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പല അവസ്ഥകളും വണ്ടിപ്പണിയിൽ വരുന്നതാണ്. ലോകത്തെ എവിടെ പോയാലും, അത് യൂറോപ്പിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെ എവിടെ പോയാലും ഡ്രൈവർമാർ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പാനിക്കാവാൻ പാടില്ല നമ്മൾ. അതായത് ഈ ഒരു അവസ്ഥ ഞാൻ കറക്റ്റായിട്ട് കമ്പനിയിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ സംഭവം എന്താ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് നോക്കാം വഴിയെ എന്താവും അവസ്ഥ എന്നുള്ളത്. ഇത് സാധാരണ കാലപ്പഴക്കം കൊണ്ട് മാത്രം പൊട്ടിപ്പോകുന്നൊരു ഓസാണ്. അല്ലാതെ ഇതുമ്പോൾ വേറെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളുടേതായ ഡ്രൈവിങ്ങിൻ്റേതായിട്ടുള്ള പ്രശ്നം കൊണ്ട് പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയല്ല. അപ്പോൾ കൂളൻ്റൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട്, അതായത് ഇത് പറ്റണേൻ്റെ ഇന്നലെ കാലത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചിനിൽ ഓയിൽ ടോപ്പപ്പ് ചെയ്തു, കൂളൻ്റ് റീഫിൽ ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കാലത്ത് 5:30 വണ്ടി എടുത്തിട്ടുള്ള ഞാനാണ്. സംഭവം പറ്റണത് ഒരു 2 മണി, ഉച്ചയ്ക്ക് 2 മണി നേരത്തെ. നല്ല മഴയായിരുന്നു. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ സംഭവം കൂളൻ്റ് ലോ എന്നൊക്കെ കാണിക്കും. പക്ഷേ അതൊന്നും കാണിച്ചില്ല. ഹൈ ടെമ്പറേച്ചർ എന്നും പറഞ്ഞിട്ടൊരു റെഡ് സിഗ്നൽ അങ്ങോട്ട് ഒറ്റയടിക്കാണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പരമാവധി നോക്കി, അപ്പോഴൊന്നും കിട്ടിയില്ല. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ വണ്ടി കൂളായതിന് ശേഷം വണ്ടി എടുത്ത് ബാക്കിൽ കാണുന്ന പെട്രോൾ സ്റ്റേഷനാണ്, സർക്കിൾ കെയുടെ പെട്രോൾ സ്റ്റേഷനാണ്. അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ട് കമ്പനിയുടെ അടുത്തൊക്കെ ഇൻഫോം ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് ഇതേപോലെ ടേപ്പ് ചെയ്തിട്ട് ഇൻസുലേഷൻ അടിച്ചിട്ട് ഒന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ആ ഇൻസുലേഷൻ അടിച്ചു. പക്ഷേ നമ്മൾ പറയുമ്പോൾ എക്സാക്ട്ലി നമ്മൾ പറയുന്ന അവസ്ഥ അത് നോർമലായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നോർമലായിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ചെയ്തത് ഇതാണ്. അത് സാധാരണ രീതിയിൽ അതൊന്ന് ടാപ്പ് ചെയ്താൽ, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തത്ര പൊട്ടലുണ്ട്. ഓസ് ഫുള്ളായിട്ട് ബ്രോക്കണായി കിടക്കുകയാണ്. അപ്പോൾ അവർ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഞാനത് ട്രൈ ചെയ്തു. എന്നിട്ട് വണ്ടി ഓടിച്ചപ്പോൾ വീണ്ടും പൊട്ടി. ആകെ പുകയും പ്രശ്നങ്ങളാണ് ആയത്. ആ പുക വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ കുറച്ച് സെൻസേഴ്സ് ഇരിക്കുന്നുണ്ട്, കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തിളച്ച വെള്ളമായിരിക്കും പൊട്ടിത്തെറിച്ചിങ്ങോട്ട് പോരാ. ഇവിടെയൊക്കെ വന്ന് പൊട്ടിത്തെറിച്ച് പോരുന്ന ടൈമിൽ പുക എന്ന് പറഞ്ഞാൽ പോരാ, തീ കത്തണ പോലത്തെ ഒരു പുകയാണ് വന്നത്. അപ്പോൾ ആ സാധനം പിന്നെയും നമ്മൾ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണ്. അതായത് കമ്പനിയുടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ, കമ്പനിക്കാരുടെ അടുത്ത് ഇന്ന സിറ്റുവേഷനാണ്, ഇന്നതുപോലെ വരില്ല എന്ന് വരും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കും.
വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇത് ചിലപ്പോൾ കത്തിപ്പിടിക്കും, അല്ലെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആവും. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ നേരിട്ട് വയറിംഗ് കിറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലും, മൊത്തത്തിൽ നിന്ന് കത്തും. മനസ്സിലായോ? മൊത്തത്തിൽ നിന്ന് കത്തും. ഇതിൻ്റെ സെൻസറേഴ്സിൻ്റെ ഫുള്ള് വയറിംഗ് കിറ്റുകൾ ഫുള്ള് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വെള്ളം തിളച്ച് വീഴുന്നതും പുക വരുന്നതും. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ വണ്ടി കത്തിക്കഴിഞ്ഞാൽ, അതായത് ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ മൊത്തം വണ്ടി സ്റ്റക്കാവും. സംഭവം എന്താവും, വണ്ടിയുടെ പരിപ്പും പയറുകളും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരും അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും യൂറോപ്പിലെ പൈസ കണ്ടിട്ട്, അതായത് സാലറി പാക്കേജ് കണ്ടിട്ട് നാട്ടിൽ നിന്ന് കയറിപ്പോരും. ഇവിടെ വന്ന് ഇതേപോലത്തുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പാനിക്കായി കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് തന്നെയാണ്. കമ്പനിക്ക് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ 100 വണ്ടി അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാവും, നമ്മൾ തന്നെ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വണ്ടിപ്പണി അറിയണം. വണ്ടിപ്പണി മുഴുവനായിട്ട് അറിയാമെന്നല്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അത് നമുക്ക് പഠിക്കാനായിട്ട്, ഇപ്പോൾ നമുക്കറിയാത്ത ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സുകളുണ്ടാവും. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സുകൾ ഇവിടെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം എൻക്വയറി ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. പിന്നെ എൻ്റെ അനിയൻ മെക്കാനിക്കാണ്, അവൻ്റെ അടുത്തൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തി കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ആണ്. ആദ്യം വണ്ടി കിടക്കുന്ന അവിടെയാണ്, ലോഡഡ് വണ്ടിയായിരുന്നു, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ 1 ഹവറിലും കൂടുതൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറെ യൂണിറ്റ് വന്ന്, അതായത് വേറെ വണ്ടി വന്ന് അത് കണക്ട് ചെയ്ത് അവനവിടെ കിടന്നു. അവന് ഫൈൻ കിട്ടിയാലും കമ്പനി അടയ്ക്കും, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അവിടെ പമ്പിൽ കയറി ചോദിച്ച് നേരിട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ വണ്ടി ഹെഡ് മാത്രമായ കാരണം കൊണ്ട് ഇവിടെ കാരവാനിയാണ് കണ്ടോ, ഇവിടെ കാരവാൻസ് പാർക്ക് ചെയ്യുന്ന ഏരിയയുടെ സേഫായിട്ട് ഞാൻ കൊണ്ടുപോയി ഒതുക്കി. ഇന്നലെ ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് അടിച്ചു. എന്നിട്ട് ഞാൻ ചെയ്ത പണിയാണ്, ഒരു ഗൊറില്ല ഗമ്മ് മേടിച്ച് ഞാൻ ഒട്ടിച്ചു. ഇത് നടക്കില്ല എന്ന് എനിക്കറിയാം. ഇൻ കേസ് ഇവിടെ നിന്നൊരു 10-30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് കിടക്കാമല്ലോ. ആ ഒരു രീതിയിൽ ഞാനിതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നടത്തിയേക്കാണ്. പക്ഷേ കമ്പനിയിൽ നിന്ന് പൈപ്പ് വരുന്നുണ്ട്, അതൊരു 1 മണിക്കൂറിനുള്ളിൽ സാധനം എത്തും. നമ്മുടെ ഒരു മലയാളി ഡ്രൈവറാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫിറ്റ് ചെയ്യണ വീഡിയോയും കൂടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പഴയ ഒരു അവസ്ഥയും കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് കാണാം. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വീഡിയോ കുറച്ച് ലെങ്ത് ആവും കേട്ടോ, കുഴപ്പമുള്ള കാര്യമില്ല, ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മുടെ കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ വിളിക്കുന്ന ആൾക്കാർക്ക് ട്രെയിലർ ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വളരെ സന്തോഷം. അവരുടെ അടുത്തൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ട്രെയിലർ ഓടിച്ച് കൈ തെളിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് ടിപ്സുകളും വണ്ടിപ്പണി എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. നമ്മുടെ കമ്പനി എപ്പോഴും റെഡിയാണ്. നമ്മുടെ കണ്ടീഷൻസ് ആൻഡ് അപ്ലയൻസ്, അതായത് നമ്മുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ധൈര്യമായിട്ട് കയറിപ്പോരെ. എനിക്കൊരു എൻട്രി തുറന്നിടാനായിട്ട് കമ്പനി ഫുൾ ടൈം ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാണ്. കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നീ തരുന്ന, അതായത് ഞാൻ തരുന്ന ഡ്രൈവേഴ്സ് ജെനുവിൻ ആണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ടിരിക്കുന്ന മെസ്സേജുകളുടെ അടുത്ത് ഞാൻ ഒട്ടുമിക്ക മെസ്സേജുകളിലും കോള് വിളിച്ച് അവരുടെ അടുത്ത് കമ്പനി എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വിളിക്കാത്തവരെ എന്തായാലും വിളിച്ചിരിക്കും. വേറൊന്നുമില്ല, സമയം കിട്ടാത്ത കാരണമാണ്. ഈ പണിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടു നടക്കാനായിട്ട് നമ്മൾ മനുഷ്യനല്ലേ. അപ്പോൾ മെസ്സേജുകൾ വന്നിട്ടുള്ള എല്ലാവരും 100% ഉറപ്പായിട്ടും കോള് ചെയ്യും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കോള് നിങ്ങൾക്ക് ചെയ്യാം. ശനി ഞായർ ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ടൈം എനിക്ക് പറ്റാവുന്നൊരു അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സാധനം വന്നതിന് ശേഷം ബാക്കി തള്ളി മറയ്ക്കാം. ഓക്കെ, ഹലോ ഗൈസ്, നമുക്ക് സാധനം വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് അവന് ഓടിയെത്താനായിട്ട്. അപ്പോൾ ഇതും ആവറേജ് ടൈമാണ് കണ്ടിട്ട്. ഇനിയിപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് ലീക്കൊന്നും ഇല്ലാതെ കിട്ടിയാൽ തമ്പുരാൻ കാത്തു. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വെക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കത് ശരിയാക്കാം. കണ്ടോ, ഇതിങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കണക്ട് ചെയ്ത് സ്ക്രൂ കേബിൾ ഇട്ട് ടൈറ്റ് ചെയ്തു, സ്ക്രൂ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിൽക്കും. അപ്പോൾ ഇതെന്തായാലും നോക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഇത് പിടിച്ചുകൊണ്ട് എനിക്കത് ഈ പണി ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ എന്തായാലും ഇത് ഞാൻ ചെയ്യാനായിട്ടുള്ള പുറപ്പാടിലാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓസ് ഫിറ്റ് ചെയ്തിട്ട് ഇതാ സിമ്പിൾ പരിപാടിയാണ്. ആ ഓസ് കണക്ട് ചെയ്തു. സ്ക്രൂ ബെൽറ്റാണ് ഇവിടെയും അവിടെയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വെള്ളമാണ് ഒഴിക്കണത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഓടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിർത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ലീക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ പരിപാടി സെറ്റാവും. അപ്പോൾ ഇതൊക്കെയാണ് ലോറി ലൈഫ്, ട്രെയിലർ ലൈഫ്. ഓക്കെ, യൂറോപ്പിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഡ്രൈവർ തന്നെയാണ്. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാനുണ്ടാവും. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രെയിലർ ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർ ആണെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. നമ്മുടെ കമ്പനിയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും. എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ മടിക്കേണ്ട. ഒരു കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ ഒരു അനിയനെ പോലെ, അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.